മസൂദ് അസറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്. ക്രിമിനൽ എന്ന് പറയാം, ഭീകരവാദിയാണ്, പക്ഷെ നമ്മൾ ക്രിമിനലായി കാണുന്നു, ടെററിസ്റ്റാണ്. അപ്പോൾ ഇയാളെ ഐക്യരാഷ്ട്രസഭ, അമേരിക്ക, എല്ലാം, ഇന്ത്യ എല്ലാം ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിടികിട്ടാപ്പുള്ളിയാണ്, ജീവനോടെയോ അല്ലാതെയോ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഭീകരനാണ് മസൂദ് അസർ. മസൂദ് അസറിനെ കുറിച്ച് പറയുമ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായ ഇയാളാണ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഏതാണ്ട് ഒട്ടുമിക്കവാറും ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരൻ. പാർലമെൻറ്റ് ആക്രമണം തുടങ്ങി, പഹൽഗാം ആക്രമണം, പത്താൻകോട്ട് ആക്രമണം തുടങ്ങി ഇതിൻ്റെയൊക്കെ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായ മസൂദ് അസർ നേരിട്ട് നടത്തിയ ആലോചനയുടെയും ആസൂത്രണത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും ഭീകരമായ, ക്രൂരമായ എല്ലാ ആക്രമണങ്ങളും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ എക്കാലത്തും മസൂദ് അസറിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ ഉന്നയിക്കുന്ന ആവശ്യം പാകിസ്ഥാൻ സാധാരണ അംഗീകരിക്കാറില്ല. കാരണം അതിനകത്ത് അവരുടെ രീതി എങ്ങനെയല്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. പക്ഷേ അമേരിക്കയും ഐക്യരാഷ്ട്ര സംഘടനയും മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിച്ചപ്പോൾ ഇയാൾ പാകിസ്ഥാനിലുണ്ട് എന്ന് സമ്മതിക്കുന്നത് പാകിസ്ഥാന് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അമേരിക്ക, ഐക്യരാഷ്ട്ര സംഘടന രണ്ടുപേരും ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. അവർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അയാളെ ഒരു രാജ്യവും സംരക്ഷിക്കാൻ പാടില്ല എന്നാണ്. ഒരു രാജ്യത്തിന് ഉപരോധം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ അവരെ സഹായിക്കരുത്. അതുപോലെ അമേരിക്കയും ഐക്യരാഷ്ട്ര സംഘടനയും ഒരു പേഴ്സണ് ഉപരോധം ഏർപ്പെടുത്തിയാൽ അയാളെ ഒരു രാജ്യവും സഹായിക്കാൻ പാടില്ല. അയാളുടെ സ്വന്തം രാജ്യമാണെങ്കിലും അയാളെ സഹായിക്കാൻ പാടില്ല, പിടിച്ച് അമേരിക്കയ്ക്ക് കൊടുക്കണം എന്നാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് വേണം മസൂദ് അസറിനെ, ഇന്ത്യക്ക് വേണം. അപ്പോൾ ഇന്ത്യ ഇയാളെ കിട്ടണം എന്നാവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ഇല്ല, ഇവിടെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ പാക് അധിനിവേശ കാശ്മീരിൽ ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും ഇന്ത്യക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഇൻ്റലിജൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളതനുസരിച്ച് പലപ്പോഴും പ്രസ്താവനകൾ ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.